നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോഡ്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ഫുൾ മൂണും കൂടിയൊക്കെയാണ് വരാൻ പോകുന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന് ഫുൾ മൂൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 14th ആണ്. സോ ഇതൊരു ടൈംലെസ് റീഡിംഗ് അല്ല. ടൈംലെസ് റീഡിങ്സ് മീൻസ് ഇത് ഫുൾ മൂണിൻ്റെ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ മൂണിൻ്റെ എനർജീസ് ആയിരിക്കും കുറച്ച് കിട്ടുന്നുണ്ടാവുക. ലാസ്റ്റത്തെ എനർജീസ് അത് പെർമനൻ്റ് ആയിരിക്കില്ല, ഒരു എനർജി ഷിഫ്റ്റിംഗ് വരുന്നത്. പക്ഷെ ഞാൻ ഫീലിങ്സ് നോക്കുമ്പോഴേക്കും അത് ടൈംലെസ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റിലെ തന്നെ ഞാനത് പറയാം. ലെറ്റ്സ് ചെക്ക് ചെയ്യാം. പ്ലീസ് യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? നൈറ്റ് ഓഫ് സോർഡ്സ്, 8 of wands, പേജ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, നൈസ് എനർജീസ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ഹാപ്പി ആവും നിങ്ങൾക്ക് റീഡിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ. എനിക്കും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഓക്കെ, 7 of cups. Oh, today is Friday, na? 2 of pentacles. 3 of cups. Okay. Bottom of the deck, the chariot. See? ചാരിയറ്റിൻ്റെ കാർഡ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സി, നമുക്ക് റീഡിങ്സ് സഡൻലി നമുക്ക് എനർജീസ് ഒക്കെ പറയാം. പെട്ടെന്ന് പറഞ്ഞു പോവാം. ബിക്കോസ് നമ്മുടെ റീഡിങ്സ് കുറച്ച് ലോങ് ആയിരിക്കില്ല. എനിക്കറിയില്ല, എനിക്കൊരു 10 അത്രയും പോകണം എന്നാണ് ആഗ്രഹം. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഇവിടെ കറണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. കുറച്ചുകൂടെ കഴിയുമ്പം ചാർജസിൻ്റെ അതൊക്കെ കൊണ്ട് പെട്ടെന്ന് തീരണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ ആക്റ്റീവ് ആണ്, എയർ സൈൻ ആക്റ്റീവ് ആണ്, ജെമിനി, ലിബ്ര, അക്വേരിയസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, വാട്ടർ സൈൻ ആക്റ്റീവ് ആണ് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ കാണാൻ പറ്റുന്ന ഒരു ഫുൾ മൂണിൻ്റെ ഷിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്സ് മൊത്തം ഇമോഷൻസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നമുക്കിന്നിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു വ്യക്തി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന്, നിങ്ങളെ കാണണമെന്നും ഒക്കെ ഉള്ളൊരു തോട്ട്സ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഫുൾ ടൈം ഉണ്ടാവുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഇത് ഒരു ഫുൾ മൂണിൻ്റെ എനർജി ഷിഫ്റ്റിംഗ് ആണ്, ബിഗ് ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ബിഗ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസിൽ വരുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. കാരണം ഇവർക്ക് നിങ്ങളോട് വളരെയധികം വല്ലാത്തൊരു സ്നേഹമൊക്കെ തോന്നുകയാണ്. ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഓവർഫ്ലോയിങ് ഓഫ് ലവ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് ക്ലിയർ ആയിട്ട് വരുന്നുള്ളത്. ഓവർഫ്ലോയിങ് ഓഫ് ലവ് ആണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു ടൈമിൽ തോന്നുന്നുള്ളത്. ഓക്കെ, ഇവർക്ക് നിങ്ങളെ കാണണമെന്നും നിങ്ങളുടെ കുറച്ച് നേരം കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. ലൈക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ടൈം ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് ചില ആളുകളുടെ ഓർമ്മകൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. ഇപ്പോൾ അവരുമായിട്ട് നമ്മൾ അത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കാണണമെന്ന് തോട്ട്സ് വരും. പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും കണ്ടാൽ മതി എന്നുള്ളൊരു തോട്ട്സ് വരും. അങ്ങനത്തെ ഒരു എനർജി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ടും ക്രേവിങ്സ് വരുവാണ്. ഓക്കെ, ഭയങ്കരമായിട്ടും ക്രേവിങ്സ് വരുവാണ്. നിങ്ങളുടെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ സാധ്യതയുണ്ട്. മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്തിട്ട് പറയുന്നുണ്ടാവും അങ്ങനെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന, നിനക്ക് അതൊക്കെ ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ 6 of Cupsൻ്റെ എനർജീസാണ്. മെമ്മറീസ് ഓഫ് ലവ്, മനസ്സിലായോ? മെമ്മറീസ് ഓഫ് ലവിൻ്റെ എനർജീസാണ്. ഒത്തിരി അധികം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസും മൊമെൻറ്റ്സും അതൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഓർക്കുമ്പോൾ നിങ്ങളോട് ഈസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്ലോയിങ് ഓഫ് ലവ് ആണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തിയുടെ ലോജിക്ക് വർക്ക് ആവുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇവരുടെ ലോജിക്ക് വർക്ക് ആവുന്നില്ല, ഇവരുടെ ഇമോഷൻസ് ആണ് ഈ ഒരു ടൈമിൽ കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ എന്നുള്ളൊരു എനർജിയാണ്. അപ്പം ഈ സെയിം എനർജി തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ മിറർ ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പം നിങ്ങളിടുന്ന സ്റ്റാറ്റസ് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും നിങ്ങളിടുന്ന പോസ്റ്റസ് ഒക്കെ ചിലപ്പം ലൈക്ക് ചെയ്യാനോ സഡൻലി പെട്ടെന്ന് തന്നെ സ്റ്റാറ്റസ് കാണാനോ ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു വ്യക്തി. അതിനൊരു മെയിൻ റീസൺ ഇവർ നിങ്ങൾ ഒത്തിരി അധികം മിസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവർ നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം എന്തൊക്കെ സിറ്റുവേഷൻസ് ഈ ഒരു പ്രസൻറ്റ് എനർജിയിൽ കാണുന്നുണ്ടെങ്കിൽ, എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവർക്ക് ഈ ഒരു ടൈമിൽ
നിങ്ങളുമായിട്ട് സംസാരിച്ചേ പറ്റുള്ളൂ, നിങ്ങളുമായിട്ട് നിങ്ങളെ മീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇത്ര നാളും നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവിടെ ഒരു ബിഗ് ചേഞ്ചസ് ഈ ഒരു റിലേഷനിൽ ഈ ഒരു ടൈമിൽ വരാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. കാരണം ഇവർക്ക് അത്രയ്ക്കും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഫുൾ മൂൺ ഒരു പക്ഷേ അത്രയും ഇമോഷണലി ഈ ഒരു വ്യക്തിയെ തിരിച്ച് എന്താ പറയുക, ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കുന്നുണ്ടാവും. അപ്പം ഫുൾ മൂൺ എനർജീസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ലോ ആയി പോകാറുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചില സമയത്ത് സ്നേഹമായിരിക്കാം, എന്താണെങ്കിലും ഭയങ്കര ഓവർഫ്ലോയിങ് ഓഫ് അവർ എനർജി ആയിരിക്കും എല്ലാം വരുന്നുള്ളത്. അപ്പം ഈ ഒരു വ്യക്തി, നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ വല്ലാത്തൊരു ഭയങ്കരമായിട്ടൊരു അൺകണ്ടീഷണൽ അല്ലെങ്കിൽ ഒരു ഓവർഫ്ലോയിങ് ഓഫ് ലവ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, അവർ എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓൺലൈൻ വഴിയായിരിക്കും ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഓൺലൈനിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതെടുത്ത് മാറ്റിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരുപക്ഷെ വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ ഈ റിലേഷനിൽ ഈ ഒരു ടൈമിൽ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് ഫുൾ മൂണിൻ്റെ ചേഞ്ചസ് ആണ്. ഇത് നമുക്ക് ഇന്ന് പിങ്ക് മൂണാണ് അല്ലേ, അങ്ങനെ എന്തോ ആണ് പറയുന്നത്, പിങ്ക് മൂൺ അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൂൺ എനർജീസാണിത്. ആ ഒരു മൂണിൻ്റെ എനർജിയാണ്. അതുകൊണ്ട് ഒത്തിരി ഷിഫ്റ്റുകൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നമുക്ക്. അതെനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു എനർജീസാണ്, നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഇവിടെ 8 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ 888 ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഈ റിലേഷൻ വളരെ സ്ലോ ആണ്, എനിക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല എന്നുള്ള ഹോപ്പ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ ഒരു വ്യക്തി സഡൻലി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇവരുടെ മൈൻഡിലാണെങ്കിലും ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എനിക്ക് അവരുമായിട്ട് സംസാരിക്കണം, ഫീലിങ്സ് ഇമോഷൻസ് ഷെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോട്ട്സാണ് ഇവർക്ക് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം നിങ്ങളെ മിസ് ചെയ്യുന്നുള്ളത്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം. സോ കുറേ നാളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്നതായിരിക്കാം, എന്നിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് റീകണക്റ്റ് ആവുന്നുണ്ടാവാം. അപ്പം ഇവിടെ ട്വിൻ ഫ്ലെയിംസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് സെപ്പറേഷൻ ഫേസിലായിരിക്കാം. അപ്പോൾ കുറേ കാർമിക്സ്, ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് കാർമിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾഡ് ലവർ ആയിരിക്കാം, എക്സ് ആയിരിക്കാം, പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ആളുകൾ, സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുള്ള ആളുകളാവാം, നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നുണ്ടാവാം. അപ്പം അത് വരുന്നുണ്ടാവും. അത് ഈ ഒരു മൂണിൻ്റെ എനർജീസാണ്. നിങ്ങൾ ഡിവൈൻ ഫെമിനൻസ് ആണല്ലോ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിവൈൻ ടെസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഫെയിൽ ആവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പാസ്റ്റ് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഈ ഒരു ഫുൾ മൂണിൻ്റെ എനർജിയുടെ ഭാഗമായിട്ടാണ് വരുന്നുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ് ഒന്നും ഉണ്ടാവില്ല. കാർമിക്സ് എപ്പോഴും കാർമിക്സ് തന്നെയാണ്, ചേഞ്ചായി വന്നാലും ചേഞ്ച് ആകാതെ വന്നാലും. ഓക്കെ, എങ്ങനെയാണെങ്കിലും കാർമിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ യുക്തിപരമായിട്ട് ഡീൽ ചെയ്യുക. അവർ ഡിവൈൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ എത്രയൊക്കെ സിറ്റുവേഷൻസ് വന്നാലും നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ചൂസ് ചെയ്യുമോ അതോ നിങ്ങൾ കാർമിക്കിനെയാണോ ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ടെസ്റ്റിംഗ് പീരീഡാണ് നിങ്ങൾക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റിൽ ഫെയിൽ ആവാതിരിക്കുക. നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും അതൊരു ലെസൺ ആകും, അതൊരു കർമ്മയാവും, വീണ്ടും നിങ്ങൾ ബാക്കിലേക്ക് പോകേണ്ടതായിട്ട് വരും ജേണിയുടെ കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റീസ് എന്നുള്ളൊരു കാർഡാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. സോ ഒരു ഗൈഡൻസ്, ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റീസ് എന്നാണ്. നത്തിങ് വിൽ കം ഔട്ട് ഓഫ് ദി സിറ്റുവേഷൻസ്. ഈ ഒരു സിറ്റുവേഷൻസിൽ ഒന്നും നിങ്ങളിലേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്യുക. ഈ ഒരു ടൈമിൽ മെഡിറ്റേഷൻസ് ചെയ്യുക, ഇന്നർ വർക്ക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഫുൾ മൂൺ ഗൈഡൻസ് ആണ് ഞാൻ തന്നിട്ടുള്ളത് കേട്ടോ. നാഡിശുദ്ധി പ്രാണായാമസ് ഒക്കെ ചെയ്യുക. ഈ ഒരു ടൈം കർമ്മ ക്ലിയറിങ്ങിന് പറ്റിയിട്ടുള്ള നല്ലൊരു ടൈമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ കർമ്മ ക്ലിയറിങ്ങും ആൻസസ്റ്റർ ഹീലിങ്ങും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് പെർമനൻറ്റ് റിയൂണിയൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതും ഇവിടെ നമുക്ക് കുറേ നാളായിട്ടുള്ള ജേണിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കർമ്മയൊക്കെ ഹോളിയൊക്കെ ഇല്ലേ, അപ്പം നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എനർജിയിൽ റിസൾട്ട് നിങ്ങളുടെ കർമാസൊക്കെ ക്ലിയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എഗെയിൻ ഈ ഒരു വ്യക്തിയുടെ എനർജീസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിലും
ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ വ്യക്തി എവിടെയെങ്കിലും കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷനിലോ ഒക്കെ ആയിരിക്കാം. സ്റ്റിൽ ആ ഒരു ടൈമിൽ പോലും ഇവർക്ക് നിങ്ങളുടെ ഒരു ചിന്തകൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ലൈക്ക് അവർക്ക് ആ ഒരു മൊമെൻറ്റ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനായിട്ടൊന്നും പറ്റുന്നുണ്ടാവില്ല. അവരുടെ മനസ്സിൽ ഈ റിലേഷനിൽ എങ്ങനെയെങ്കിലും ഒരു ഷിഫ്റ്റ് വേണം, ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വേണം എന്നുള്ളൊരു തോട്ട്സ് ആയിരിക്കും ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഈ ഒരു റിലേഷനെ ബാലൻസിൽ കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ട്സ് ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ടാവുക. കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരു സോൾ കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു തോട്ട്സാണ് ഇവർ ചിന്തിക്കുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ ചിന്തിക്കുന്ന ലൈക്ക് ആ ഒരു നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ചിന്തിക്കുമ്പോൾ പോലും ഇവർ ചിന്തിക്കുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗിവറായിട്ട് നിന്നിട്ടില്ല, ടേക്കറായിട്ടാണ് ഈ റിലേഷനിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ബേർഡൻ പോലെ ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് നമുക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു റിലേഷനിലൊന്നും കൊടുക്കാൻ നിൽക്കുകയാണ്, അവർക്കുള്ള ഇമ്പോർട്ടൻസും വാല്യൂസും ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ചെല്ലാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞോളത്തൊരു ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ചിലർക്കെങ്കിലും ഒക്കെ ആഗ്രഹം, ഈ ഒരു എനർജി ചിലർക്കൊക്കെ പറയുന്നുണ്ടാവും ലൈക്ക് ഇത് റെസനേറ്റ് ആവുന്നില്ലല്ലോ. ഇപ്പോൾ എത്രയൊക്കെ ഒരു ഇത് വന്നെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വ്യക്തി ഒരു ഓൺ ആൻഡ് ഓഫ് എനർജീസിലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഇവരുടെ മൈൻഡിൽ ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഇവർക്ക് അത്രയ്ക്കും ഇപ്പോൾ ഈ ഫുൾ മൂൺ കഴിഞ്ഞിട്ടുള്ള 2-3 ദിവസങ്ങൾ അല്ല ഒരു 6-7 ദിവസം കഴിയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു 6 to 7 ആ ഒരു ഡേയ്സിനുള്ളിൽ ഇവർ നിങ്ങളോട് പറയുന്നുണ്ടാവും, നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം, എനിക്ക് നേരിട്ട് നിന്നെ കാണണം എന്നൊക്കെ ഈ ഒരു വ്യക്തി പറയാനായിട്ടുള്ള ചാൻസസും എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ജേണിയിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് ഉണ്ടല്ലേ ഈ ഒരു വ്യക്തിയായിട്ട്, നിങ്ങൾക്ക് ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും ആണെങ്കിൽ പോലും ഇവരതൊക്കെ മൈൻഡ് ചെയ്യാതെ അതിനെല്ലാം ഫൊർഗീവ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസും എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.